2025 നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ പോകാൻ തയ്യാറെടുക്കുന്നുണ്ടോ? എന്നാൽ ഒന്ന് നിൽക്കൂ. ഈ വീഡിയോ പൂർണ്ണമായി കാണാതെ മുന്നോട്ട് പോകണ്ട. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് 2025 ജോലി എന്നത് നിങ്ങളെ പിന്നിലാക്കുന്ന ഏറ്റവും വലിയ കുടുക്കാണ്. നിങ്ങൾ ഇന്നും സുരക്ഷിത ഭാവി കിട്ടാൻ ജോലിയാണ് ഏക മാർഗമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ലോകത്താണ് ജീവിക്കുന്നത്. ഒരു ചോദ്യമുണ്ട്. ജോലിക്ക് പോയിട്ട് 30 വർഷം കഴിഞ്ഞവർ ഇന്ന് എത്ര പേരാണ് സാമ്പത്തികമായി സ്വതന്ത്രർ? വളരെ കുറച്ചുപേർ മാത്രം. ബാക്കിയുള്ളവർ എന്താണ് പറയുന്നത്? സർവീസിൽ പോയിട്ട് ജീവിച്ചു, പെൻഷൻ കിട്ടിയിട്ട് ജീവിച്ചു. എന്നാൽ കാലം മാറി. ഇന്നൊരു ജോലിയെ ആശ്രയിച്ച് ജീവിക്കുന്നവൻ നാളെ സുരക്ഷ നഷ്ടപ്പെടുമ്പോൾ ഒന്നും കയ്യിലുണ്ടാകില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഒരു ജോലി കിട്ടിയാൽ സ്ഥിരമായ ശമ്പളം കിട്ടുമല്ലോ എന്ന്. അതാണ് 90% പേരും കുടുങ്ങുന്ന ഏറ്റവും വലിയ വല. സ്ഥിരമായ ശമ്പളത്തിൻ്റെ ഉറപ്പ് എന്നത് ഇന്നൊരു മിഥ്യയാണ്. 2025 AI, ഓട്ടോമേഷൻ, ഔട്ട്സോഴ്സിംഗ് ഇവയെല്ലാം വരുമ്പോൾ കമ്പനികൾക്ക് ആളുകളുടെ വില കുറയുന്നു. ഇന്നലെ സെക്യൂർ ആയിരുന്ന ജോലി ഇന്ന് റിഡണ്ടൻ്റ് ആയി. നമ്മുടെ മാതാപിതാക്കളുടെ കാലത്ത് ജോലി എന്നത് ലൈഫ് സെക്യൂരിറ്റി ആയിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ജോലി ഒരു ടൈം ട്രാപ്പ് മാത്രമാണ്. നിങ്ങൾ രാവിലെ 9 മുതൽ രാത്രി 9 വരെ ജോലി ചെയ്തു മറ്റൊരാളുടെ സ്വപ്നങ്ങൾ നിറവേറ്റി അവസാനം കിട്ടുന്നത് ചെറിയൊരു ശമ്പള ചെക്ക് മാത്രം. എന്നാൽ നിങ്ങൾക്ക് ശരിക്കും വേണമെന്ന് തോന്നുന്നത് ശമ്പള ചെക്കാണോ അതോ ഫ്രീഡമാണോ എന്നൊന്ന് ചിന്തിക്കൂ. ഫ്രീഡം, നിങ്ങളുടെ സമയം, നിങ്ങൾ തീരുമാനിക്കുന്ന ജീവിതം. പണം നേടുന്ന മാർഗങ്ങൾ പലതുണ്ട്, പക്ഷെ ജോലി ആ സ്വാതന്ത്ര്യം ഒരിക്കലും നൽകില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യൂട്യൂബ്, ഫ്രീലാൻസിങ്, കണ്ടന്റ് ക്രിയേഷൻ, ഓൺലൈൻ ബിസിനസ് ഇവയെല്ലാം ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് തുടങ്ങാവുന്ന വഴികളാണ്. 2025 ഡിജിറ്റൽ വേൾഡിൽ പണം ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ നമ്മളിൽ പലരും ഇപ്പോഴും പഴയ രീതിയിലുള്ള ജോബ് ഹണ്ടിങ് മെൻറ്റാലിറ്റിയിൽ കുടുങ്ങിക്കഴിയുകയാണ്. ഒരു ജോബ് നിങ്ങൾക്ക് ഇൻകം കൊടുക്കാം, പക്ഷേ വെൽത്ത് ഒരിക്കലും ഉണ്ടാകില്ല. ഒരു ജോലി നിങ്ങളെ ബിസിയാക്കും, പക്ഷെ ഒരിക്കലും ഫ്രീ ആക്കില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം വിറ്റുകൊടുക്കുകയാണ്. ഒരു ദിവസം 8 മണിക്കൂർ, 10 മണിക്കൂർ എല്ലാം മറ്റൊരാൾക്കായി. പക്ഷേ ഓൺലൈൻ വേൾഡിൽ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഇൻകം സോഴ്സസ് ഒരിക്കൽ ഉണ്ടാക്കിയാൽ അത് 24 മണിക്കൂറും പ്രവർത്തിക്കും. അതാണ് പാസീവ് ഇൻകം. അത് തന്നെയാണ് ഭാവി. ചിലർ പറയും, എല്ലാവർക്കും ബിസിനസ് ചെയ്യാനാകുമോ? എല്ലാവർക്കും യൂട്യൂബ്, ഫ്രീലാൻസിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനാകുമോ എന്ന്. എൻ്റെ മറുപടി അതെ, എല്ലാവർക്കും തുടങ്ങാമെന്നതാണ്. ഇന്ന് ഇൻ്റർനെറ്റ് ഡെമോക്രാറ്റൈസ്ഡ് ആയി. നോളജ്, സ്കിൽസ്, ടൂൾസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ. വേണ്ടത് ഡിസിഷൻ മാത്രം. 2025 നിങ്ങൾക്കും സ്വന്തമായ ഒരു ഇൻകം സോഴ്സസ് ഉണ്ടാക്കണോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വപ്നം നിറവേറ്റി ജീവിതം മുഴുവൻ സെക്യൂറായി പോകാമെന്ന് വിചാരിക്കുകയാണോ? നിങ്ങളുടെ ഉത്തരം തന്നെ നിങ്ങളുടെ ഭാവിയെ ഷേപ്പ് ചെയ്യും. ഇവിടെ ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല. എൻ്റെ ചാനലിൽ ഞാൻ ഇത്തരം വിഷയങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. മണി, സക്സസ്, ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റീസ്, മൈൻഡ് സെറ്റ് ചേഞ്ചസ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തൂ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. കാരണം മുന്നിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ജീവിതം മാറ്റാൻ സഹായിക്കുമെന്ന് ഉറപ്പ്. ചിന്തിച്ചു നോക്കൂ, 10 വർഷത്തിന് ശേഷം നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ 2025 എടുത്ത ആ ഒരു ചെറിയ തീരുമാനമാണ് ജോബ് വിട്ട് ഫ്രീഡം തിരഞ്ഞെടുത്തത്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഇന്നും സേഫ് ഗെയിം കളിച്ച് ജോബ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഓർമ്മയിൽ വെക്കേണ്ട ഒരു വാചകം മാത്രം. 2025 സെക്യൂർ ആകേണ്ടത് ജോബല്ല, സെക്യൂർ ആകേണ്ടത് സ്കിൽസ് ആണ്. ജോലി മാറും, കമ്പനി മാറും, ടെക്നോളജി മാറും. പക്ഷേ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന സ്കിൽസ്, മൈൻഡ് സെറ്റ്, ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് അവയാണ് നിങ്ങളെ സെക്യൂർ ആക്കുക. ഇനി ചോദ്യം നിങ്ങളോട് തന്നെ. ജോബ് സെക്യൂർ ആണെന്ന് കരുതി കുടുങ്ങണോ? സ്കിൽസ് സെക്യൂർ ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണോ? ഡിസിഷൻ ഈസ് യുവേഴ്സ്.